എവിടെയാ എപ്പോഴാ എങ്ങനാണെന്ന് പറയാൻ പറ്റൂല. ഫഇദാ ജാ അജലുഹും ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. അവധി എത്തിക്കഴിഞ്ഞാൽ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. ഒരു വർഷം മാറൂല, ഒരു മാസം മാറൂല, ഒരാഴ്ച മാറൂല, ഒരു ദിവസം മാറൂല, ഒരു മണിക്കൂർ മാറൂല, ഒരു മിനിറ്റ് മാറൂല, ഒരു സെക്കൻഡിന് മാറ്റം വരൂല. ഒരു മൈക്രോ സെക്കൻഡ്, ഒരു നാനോ സെക്കൻഡ്, ഒരു പൈക്കോ സെക്കൻഡ്, ഒരു സെക്കൻഡിനും മാറ്റം വരൂല. സഹോദരങ്ങളെ, വളരെ കൃത്യമായിട്ട് പടച്ച തമ്പുരാന്റെ അവധി എത്തുമ്പോൾ നമ്മൾ പോകേണ്ടതുണ്ട്. ആ 100% ഉറപ്പുള്ള മരണമുണ്ടല്ലോ, അതിനെക്കുറിച്ച് കൂടുതൽ ഓർക്കാൻ തയ്യാറായാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ വേണ്ടിയിട്ടുള്ള സമ്പാദ്യം ഈ ലോകത്ത് നമ്മൾ നടത്താൻ തയ്യാറാകും. ഞാൻ ഓർത്തു പോവുകയാ, വിദേശത്തൊരാള് സുബ്ഹാനല്ലാഹ് വലിയ നിലയുടെ ബിൽഡിങ്ങിൽ നിന്നും മുകളിൽ നിന്നും താഴേക്ക് വീണു. വലിയ നിലയുടെ മുകളിൽ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ താഴേക്ക് മറിഞ്ഞു വീണു. എവിടെയാ ആ സഹോദരൻ വന്ന് വീണതെന്നറിയോ? എവിടെയാ ചെറുപ്പക്കാരൻ വന്ന് വീണതെന്നറിയോ? താഴെ പാർക്ക് ചെയ്തിരിക്കുന്ന കാറിന്റെ മുകളിൽ ആ ചെറുപ്പക്കാരൻ വന്ന് വീണപ്പോൾ തന്നെ കാറ് തരിപ്പണമായി പോയി, കാറിന്റെ ഗ്ലാസുകളൊക്കെ പോയി. പക്ഷേ അദ്ദേഹത്തിനൊന്നും പറ്റിയില്ല. പരിസരവാസികൾക്ക് അത്ഭുതമായി പോയി. എല്ലാവരും ഓടി വന്നു. അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റു. എല്ലാവരും ഒന്ന് തട്ടിക്കൊടന്ന് തടവി നൂത്തു കൊടുത്തു. എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്നെ തൊടണ്ട, റാഹത്തായിട്ട് ആ ചെറുപ്പക്കാരൻ ഇറങ്ങി. എന്തുകൊണ്ട്? അദ്ദേഹത്തിന്റെ സമയമായിട്ടില്ല, അത്രയുള്ളൂ മറുപടി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആലോചിക്കണേ. അങ്ങനെ തന്നെ പരിചരിക്കാനും തന്നെ പരിരക്ഷിക്കാനും രക്ഷപ്പെടുത്താനും തന്നെ പരിചരിക്കാനും വന്ന ആളുകളൊക്കെ മടങ്ങുമ്പോൾ അവരോട് ഈ ചെറുപ്പക്കാരൻ പറയുക, പോവല്ലേ പോവല്ലേ, നമുക്കൊരു വെള്ളം കുടിച്ചിട്ട് പോകാം. എന്തായിരുന്നാലും നിങ്ങൾ വന്നതല്ലേ, ഞാനും വീണതിന്റെ ക്ഷീണത്തിലാ, നിങ്ങൾ അവിടെ നിൽക്കുക. ആ റോഡ് ക്രോസ് ചെയ്തുകൊണ്ട് അപ്പുറത്തേക്ക് പോവുകയാ. കോളകളും വാങ്ങിയിട്ട് കോളകളുടെ കുപ്പികളുമായിട്ട് മടങ്ങി വരികയാ. തിരിച്ച് റോഡിലേക്ക് കടന്നു വരുമ്പോൾ എതിരെ വന്ന ഒരു വാഹനം ഇടിച്ചുകൊണ്ട് സുബ്ഹാനല്ലാഹ് അവിടെ കിടന്നങ്ങ് പടന്ന് മരിക്കുമ്പോ ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. എവിടെയാ എപ്പോഴാ എങ്ങനാ സന്ദർഭമേതാ സാഹചര്യമേതാ പറയാൻ പറ്റൂല. പെങ്ങള്, നീ വിചാരിക്കുന്ന മധുര 17കാരിയാ, ചെറുപ്പക്കാരാ, നീ ചിന്തിക്കുന്നത് ഞാൻ 25 വയസ്സുള്ള യുവകോമളനാ, ആരോഗ്യമുള്ള ആളാ, എനിക്കൊരു രോഗവും ഇല്ല, ഒരു പ്രയാസവും ഇല്ല, ഞാൻ ഇപ്പോഴെങ്ങും മരിക്കൂല. നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്കൊരു പനി പോലും വരാത്ത പൊന്നുമോളാ എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ ഞാനൊരു ഉദാഹരണം പറയട്ടെ സഹോദരങ്ങള്. ചിന്തിക്കാൻ വേണ്ടി ഞാനൊന്ന് പറയട്ടെ സഹോദരങ്ങളെ. ഒരു വിഷയം ഒന്ന് ആലോചിക്കുമോ? നമ്മുടെ പള്ളിക്കാടുണ്ടല്ലോ, ആരോഗ്യമുള്ളവരൊന്നും ഇപ്പൊ മരിക്കൂല, ചെറുപ്രായക്കാരൊന്നും മരിക്കൂല എന്ന് തീരുമാനിച്ച് അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ചിന്തിക്കാതെ താല്പര്യത്തോടെ മുന്നോട്ട് പോകാത്ത ആളുകൾ ഒന്ന് ആലോചിക്കട്ടെ. ആ പള്ളിക്കാട്ടിലേക്കൊന്ന് കടന്നു ചെല്ലുമോ? അവിടെ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന ആളുകളുടെ പ്രായം ഒന്ന് നോക്കുമോ? സുബ്ഹാനല്ലാഹ്, മാതാവിന്റെ ഗർഭാശയത്തിൽ കിടന്ന് മരണപ്പെട്ട ലോകം കണ്ടിട്ടില്ലാത്ത ചാവിള്ള കുടിച്ചിട്ടിരിക്കുന്ന, ചാവിള്ളയെ മറമാടിയിരിക്കുന്ന നാടാ പള്ളിക്കാട്. മറക്കണ്ട, 1 വയസ്സുള്ള പൊന്നുമോൾ അവിടെ കിടപ്പുണ്ട്, 2 വയസ്സുള്ള പൊന്നുമോൻ അവിടെ കിടപ്പുണ്ട്, 10 വയസ്സുള്ള പല മക്കളും കിടപ്പുണ്ട്, പല മധുര 17കാരികളും കിടപ്പുണ്ട്, പല ആരോഗ്യമുള്ള ചെറുപ്പക്കാരും കിടപ്പുണ്ട്, പല പ്രായമുള്ളവരും കിടപ്പുണ്ട്. അവിടെ 90 വയസ്സ് തികഞ്ഞ ഉമ്മാമ മാത്രമല്ല, 80 വയസ്സുള്ള ഉപ്പാപ്പ മാത്രമല്ല, ചെറുപ്പക്കാരാ, പൊന്നുപോലെ നീ ശ്വസിക്കുന്ന ഓക്സിജൻ ഉണ്ടല്ലോ, പുറത്തേക്ക് തള്ളിവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടല്ലോ, ആ ശ്വാസോച്ഛ്വാസത്തിന്റെ അളവ് വരെ അള്ളാഹു കൃത്യമാക്കി വെച്ചിരിക്കുകയാ. അതിനപ്പുറത്തേക്ക് നീ വലിച്ചാൽ കിട്ടുകില്ല. നീ ഏതൊക്കെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ ഉള്ളിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ നിനക്ക് ലഭ്യമല്ല. പരിസരവാസികളൊക്കെ ശ്വസിക്കുന്നുണ്ട്, ഉച്ഛ്വസിക്കുന്നുണ്ട്. നിന്റെ സമീപത്ത് ഒരുപാട് ഓക്സിജന്റെ സിലിണ്ടർ വെച്ചിട്ടുണ്ട്, നിന്നെ കണക്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ കിട്ടൂല. ഒരുപാട് വിദഗ്ധന്മാരായ ഡോക്ടേഴ്സ് അണിനിരന്നിട്ടുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. നേഴ്സന്മാരുടെ ഒരു സമ്മേളനം തന്നെയുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ അത്യാധുനിക സജ്ജീകരണങ്ങളുടെയും നടുവിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹു അനുവദിക്കുന്ന സമയമാകുമ്പോൾ നിന്റെ വീട്ടിൽ നിന്റെ മയ്യത്ത് കുളിപ്പിക്കൂലേ പെങ്ങളെ? ഒന്നാലോചിക്ക് പൊന്നുമോളെ, നീ പൂവിട്ട് പൂജിക്കുന്ന മേനിയെ വെള്ളമൊഴിച്ച് കുളിപ്പിക്കൂലേ പൊന്നുമോളെ? 3 പുടവ നിന്നെ ചുറ്റൂലേ പൊന്നുമോളെ? നിന്റെ പ്രിയപ്പെട്ടവർ കണ്ണീരോടെ തോളിലേറ്റൂലേ ചെറുപ്പക്കാരാ? കൊണ്ടുപോകൂലടാ മോനെ, പള്ളിയുടെ
ക്രോസിന് കൊണ്ടുപോയി പള്ളിക്കകത്ത് വെക്കൂലേ, പുറകിൽ സഫ് സഫായിട്ട് നിൽക്കൂലേ? ഇതൊക്കെ ചരിത്രം പറയുകയാണോ? ഇതൊക്കെ സാങ്കല്പിക വിഷയമാണോ? ഇത് നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ? അല്ല അല്ല, എനിക്കും നിങ്ങൾക്കും നാളത്തെ പ്രഭാതത്തിൽ ഉണ്ടാകേണ്ട കാര്യമാ, അല്ലെങ്കിൽ തൊട്ടടുത്ത നിമിഷത്തിൽ ഉണ്ടാകേണ്ട കാര്യമാ. ബുദ്ധിയുള്ള മനുഷ്യരെ ഒന്ന് ആലോചിക്കുക, മാലോകരെ ഒന്ന് ചിന്തിക്കുക, ഏറ്റവും കൂടുതൽ ഉറപ്പുള്ള വിഷയത്തെ കുറിച്ച് ആലോചിക്കുക. തമ്പുരാൻ ആലോചിക്കാനും ചിന്തിക്കാനും ചിന്തിച്ച് പ്രവർത്തിക്കാനും തന്ന സമയമാ, മറന്നു പോകണ്ട. അർഹമുർ റഹീമായ അല്ലാഹ്, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ കബൂലാക്കണേ.